അവളുടെ ജീവിതത്തിൽ പല നല്ല പുരുഷന്മാരും ജീവിത വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും അവൾ കൂറു കാണിച്ചത് അവളോട് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതിരുന്ന റിയോയോടായിരുന്നു. അങ്ങനെ കയ്യിലെ കാശെല്ലാം തീർന്നപ്പോൾ ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലാതെ വന്ന നിത അവസാനം ആ തീരുമാനമെടുത്തു. അവളുടെ മാതാപിതാക്കളെ കൊന്ന് സ്വത്ത് തട്ടിയെടുക്കുക, അതും സ്വന്തം മകനെ കൊണ്ട്. മനു അതിന് വിസമ്മതിച്ചപ്പോൾ അവൻ്റെ അനുജത്തിയെ കൊന്നുകളയുമെന്ന് പറഞ്ഞത് അവൻ്റെ അമ്മ തന്നെയായിരുന്നു. അവരുടെ ഭീഷണിക്ക് മുന്നിൽ നിവൃത്തികേടുകൊണ്ട് സ്നേഹനിധികളായിരുന്ന മുത്തശ്ശിയെയും മുത്തശ്ശനെയും അവന് കൊല്ലേണ്ടി വന്നു. താമസിയാതെ തന്നെ അവർ പോലീസിന്റെ പിടിയിലകപ്പെട്ടു. നിത കേസിൽ നിന്നും തലയൂരാൻ എല്ലാ തെറ്റുകളും സ്വന്തം മകന്റെ തലയിൽ വെച്ചു കൊടുത്തു. മകനാകട്ടെ അമ്മയുടെ പേര് കോടതിയിൽ മിണ്ടിയത് പോലുമില്ല. സത്യം പറഞ്ഞാൽ അവന് ശിക്ഷ ഇളവ് കിട്ടുമെന്നറിഞ്ഞിട്ട് പോലും. അങ്ങനെ നിതയെ കോടതി വെറുതെ വിട്ടു. ഇളയ കുഞ്ഞിനെ ഫോസ്റ്റർ ഹോമിലേക്ക് മാറ്റി. ഇനി അവർക്ക് ആ കുഞ്ഞിനെ തിരികെ ലഭിക്കുന്നത് പ്രയാസമാകും. ജയിലിൽ മനുവിനെ സന്ദർശിക്കാനെത്തിയ ആയയോട് അവൻ പറഞ്ഞത് പുറം ലോകത്തേക്കാൾ സുഖം ജീവിക്കാൻ ജയിൽവാസമാണെന്നാണ്. എന്തുകൊണ്ട് നീ സത്യം പറഞ്ഞില്ല എന്നവൾ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മയെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണെന്നായിരുന്നു അവന്റെ മറുപടി. ഒരമ്മ തന്റെ മകനെ ഭിക്ഷക്കാരനെ പോലെ എല്ലാവരോടും പണത്തിനു വേണ്ടി യാചിപ്പിച്ചു. അവന്റെ പേരിൽ കള്ള ബാലപീഡന കേസുണ്ടാക്കി. അവൻ സ്നേഹിച്ച എല്ലാവരെയും അവനിൽ നിന്നകറ്റി. അവളുടെ അധികാര പരിധിയിൽ അവനെ ബന്ധിച്ചു. വിദ്യാഭ്യാസമോ വിശക്കുമ്പോൾ ഭക്ഷണമോ സുരക്ഷിതത്വമോ ഒന്നും നൽകിയില്ല. അവനെ കൊണ്ട് മോഷ്ടിപ്പിച്ചു. ഒടുവിൽ നിർബന്ധിപ്പിച്ച് കൊലപാതകയുമാക്കി. എല്ലാത്തിനുമൊടുവിൽ അവനെ തള്ളിപ്പറയുക കൂടി ചെയ്തു. എന്നിട്ടും ആ മകൻ അമ്മയെ വെറുക്കുന്നില്ല. ഒരു പക്ഷേ അമ്മയുടെ അവസ്ഥയിൽ അവന് സഹതാപമാണോ ഉണ്ടായിരിക്കുക? അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിലും ഇവരെന്റെ അമ്മയാണെന്നുള്ള ചിന്തയാകുമോ? ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനും ഇങ്ങനൊരു അമ്മയെ കിട്ടരുതേ എന്ന് നമ്മുടെ മനസ്സ് പറയും. പക്ഷേ ഇതിലും നമ്മളെ അസ്വസ്ഥമാക്കുന്ന കാര്യം ഈ കഥ ഒരു യഥാർത്ഥ സംഭവമായിരുന്നു എന്നതാണ്. ഈ അമ്മ സമൂഹത്തിന്റെ മനസ്സാക്ഷി അർഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നല്ലൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.